ഗുഡ് ഡേ ഓൾ. അടുത്ത ടോപ്പിക്കാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ വേരിയൻസ് ഓഫ് എ നോർമൽ പോപ്പുലേഷൻ, അതായത് വേരിയൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ. നമുക്കറിയാം എസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സാമ്പിളിൻ്റെ വേരിയൻസ് ആണ്. സൈസ് n ആണ്. എടുത്തേക്കുന്നത് നോർമൽ പോപ്പുലേഷനായ n mu സിഗ്മയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് എന്താണ്, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇവിടെ. അതായത് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, അതായത് നമുക്കറിയാം യു എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നു എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. അത് ഫോളോ ചെയ്യുന്നത് എന്താണ്, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സിഗ്മ സ്ക്വയറിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് u1 ലെസ് ദാൻ u2 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നു, ആൽഫയായിട്ട് എടുക്കുന്നു. അപ്പം ഈ u1ഉം u2 നമുക്ക് കിട്ടുന്നത് സ്റ്റാറ്റിസ്റ്റിക്കാണത്, കൈ സ്ക്വയറിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്, കൈ സ്ക്വയർ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്. പി ഓഫ് u1 ലെസ് ദാൻ u എന്ന് നമ്മൾ എന്തെടുക്കുന്നു, എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ കൊടുക്കുന്നു, ലെസ് ദാൻ u2 ഈസ് ഈക്വൽ ടു ആൽഫ. ഇനി നമുക്ക് വേണ്ടത് സിഗ്മ സ്ക്വയർ എന്ത് വേണം, നടുക്ക് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ടേംസിനെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കൊണ്ടുപോകുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എൻ എസ് സ്ക്വയറിനെ കൊണ്ടുപോകുന്നു. പി ഓഫ് ഈ എൻ എസ് സ്ക്വയറിനെ ലെഫ്റ്റിലും റൈറ്റിലോട്ടും കൊണ്ടുപോകുമ്പോൾ u1 ബൈ എൻ എസ് സ്ക്വയർ ലെസ് ദാൻ 1 ബൈ സിഗ്മ സ്ക്വയർ ലെസ് ദാൻ u2 ബൈ എൻ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും. അത് 1 ബൈ സിഗ്മ സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് എന്താണ്, സിഗ്മ സ്ക്വയർ ആണ് വേണ്ടത്. സിഗ്മ സ്ക്വയർ വേണമെങ്കിൽ റെസിപ്രോക്കൽ എടുക്കും എല്ലാത്തിൻ്റെയും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഇക്വാളിറ്റി മാറും. അതായത് റെസിപ്രോക്കൽ എടുക്കുമ്പം എൻ എസ് സ്ക്വയർ ബൈ u1 ഗ്രേറ്റർ ദാൻ വരും, സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എൻ എസ് സ്ക്വയർ ബൈ u2 ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് വരും. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് നമുക്ക് എന്ത് നേരെയാക്കാം, അതായത് ലെസ് ദാൻ രീതിയിലാക്കാം. അതായത് പ്രോബബിലിറ്റി ഓഫ് പി ഓഫ് എൻ എസ് സ്ക്വയർ ബൈ u2 ലെസ് ദാൻ സിഗ്മ സ്ക്വയർ ലെസ് ദാൻ എൻ എസ് സ്ക്വയർ ബൈ u1 ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് വരും. അതായത് നമുക്ക് കിട്ടി എന്ത്, സിഗ്മ സ്ക്വയറിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ, അതായത് എന്ത് കിട്ടും, അതായത് എൻ എസ് സ്ക്വയർ ബൈ u2 കോമ എൻ എസ് സ്ക്വയർ ബൈ u1. ഇതാണ് എന്ത്, സിഗ്മ സ്ക്വയറിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഈ പി വേണ്ട, അതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ വിത്ത് എൻ എസ് സ്ക്വയർ ബൈ u2 കോമ എൻ എസ് സ്ക്വയർ ബൈ u1 ആണ് എന്ത്, സിഗ്മയുടെ വേരിയൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ.